ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ എൻ്റെ വെക്കേഷൻ ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണ്. അങ്ങനെ ചെന്നൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഞങ്ങളുടെ ഫ്ലൈറ്റ് ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ബാഗ്ഡോഗ്ര എയർപോർട്ട് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലാണ്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ബാഗ്ഡോഗ്ര എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഒരു സിവിൽ എൻക്ലേവ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ മിലിറ്ററിയുടെ പ്രസൻസ് നന്നായി ഉണ്ട്. ഡാർജിലിംഗ്, ഗാങ്ടോക്ക്, കലിംപോങ്, മിറിക് തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളിലേക്കെല്ലാം പോകുന്ന ടൂറിസ്റ്റുകൾ ഇവിടെയാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഇതൊരു ഇന്റർനാഷണൽ എയർപോർട്ട് ആണെങ്കിലും ഇതുവഴിയുള്ള ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് പോകാനുള്ള വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ബാഗ്ഡോഗ്ര എന്ന് കാറിൽ കയറിയ നമ്മൾ ഗാങ്ടോക്കിൽ എത്തിയത് രാത്രി 10 മണി കഴിഞ്ഞാണ്. ഗാങ്ടോക്കിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയാൻ മറന്നിരുന്നല്ലേ. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെയുള്ള ഒരു സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലായിരുന്നു നമ്മൾ താമസിച്ചത്. നമ്മൾ കൂടാതെ അവിടെ വേറെയും ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കൂടെ കൊക്കോ വേഗം കൂട്ടായി. ഞാൻ നോക്കി കളിക്കുന്നേ. രാവിലെ നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ റെഡിയായി. ഇനി നമ്മൾ ലാച്ചുങ്ങിലേക്കാണ് പോകുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആലു പറാട്ടയും തൈരുമായിരുന്നു. അതിൻ്റെ കൂടെ മിൻറ്റ് ചട്നിയും ഉണ്ടായിരുന്നു. കാറ് വരുന്നവരെ കൊക്കോം പൊന്നച്ചനും ഓടിക്കളിയായിരുന്നു. ഈ ഗസ്റ്റ് ഹൗസ് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കുറേ സ്റ്റോറീസ് ഉണ്ടാവും. സിംഗിൾ സ്റ്റോറിയുള്ള ബിൽഡിങ്ങുകളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. കാറ് വന്നു. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നല്ല തണുപ്പത്ത് ഹിമാലയൻ താഴ്വാരങ്ങളിലൂടെയുള്ള മനോഹരമായ യാത്ര. വഴിയിൽ നിറയെ ചെറിയ ചെറിയ സ്ട്രീംസ് ആണ്. ഇതെല്ലാം കൂടിച്ചേർന്ന് നദികളായി മാറുന്നുണ്ടാവും. പോകുന്ന വഴിയിൽ അത്യാവശ്യം വലിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, 7 സിസ്റ്റർ ഫോൾസ്. അത് കാണാനായി ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ടിൽ ദെൻ ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.